ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോഴത്തേനും എടുത്ത ഒരു വീഡിയോ ആണ്. നീണ്ട 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലെത്തുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നാട്ടിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് വൈരങ്കോട് ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ഇവിടെ നിന്ന് മുട്ടറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുട്ടറക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കേട്ടോ. നമ്മൾ തേങ്ങ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ദേഹമുട്ട്, അതുപോലെ വിഘ്നമുട്ട്, അങ്ങനെ പല പല കാര്യസിദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കുക. അതാണ് അതിൻ്റെ ആ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. അത് ഉടച്ച് കഴിഞ്ഞ് കേടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനെന്തോ ദോഷമുണ്ട്, നമ്മൾ എന്തൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ എന്തോ ദോഷമുണ്ടെന്നാണ്. പിന്നെ വീണ്ടും വാങ്ങി പൊട്ടിച്ചാൽ ആ ദോഷം തീർന്നു എന്നാണ് കേട്ടോ വിശ്വാസം. അങ്ങനെ വൈരങ്കോടൊക്കെ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങളിതാ പിന്നീട് വന്നത് ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് ചന്ദനക്കാവ് കേട്ടോ. ഇവിടെ വന്നാൽ ഒരു കാടിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഈ അമ്പലത്തിൽ പ്രത്യേകമായിട്ട് വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ 8-ാം മാസം പിറക്കുമ്പോഴത്തേനും നമ്മളിവിടെ ഈ അമ്പലത്തിൽ ഗർഭിണികളൊക്കെ വരും, അതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരും ഈ അമ്പലത്തിൽ. പൊതുവെ എല്ലാ അമ്പലങ്ങളിലും 5 മാസം കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് കയറാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അമ്പലത്തിൽ മാത്രം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. 8 മാസം പിറക്കുമ്പോഴേക്ക് നമ്മൾ വന്ന് തൊഴുതിട്ട് പോകും. ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞിന് ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ, കുഞ്ഞിനെ മാത്രമല്ല അമ്മയും പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞായിട്ടും നമ്മളിവിടെ വന്ന് തൊടും. ഷാനൂട്ടനെ ഗർഭിണിയായിരുന്നപ്പോൾ ഞാനും ഇതുപോലെ വന്ന് തൊഴുതിയിരുന്നു. അന്ന് നാട്ടിൽ നിന്ന് എൻ്റെ എറണാകുളത്ത് നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഒക്കെ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ഒരുപാട് നടന്ന് തൊഴാനായിട്ടുണ്ട് കേട്ടോ. അത്രയും സ്ഥലമാണ് ഈ അമ്പലത്തിലുള്ളത്. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു അമ്പലം തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഷാനൂട്ടൻ അതിലിരിക്കാനായിട്ട് പേടിയായപ്പോൾ ഏട്ടൻ ഇരുന്ന് ആടി കൊടുക്കുകയാണ്. ഷാനൂട്ടൻ ഏട്ടനെ കുലുക്കി താഴെ ഇടാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല അമ്പലക്കുളമൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങിയൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഷാനൂട്ടൻ ഇങ്ങനെ നോക്കിക്കണ്ട്. ഷാനൂട്ടൻ ഏട്ടൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുകയാണ്. മുതലുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൽ വന്നാൽ നേരം പോകുന്നതേ അറിയില്ല. നമുക്കിങ്ങനെ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല എന്താ പറയുക, കാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. ഇല്ലെന്ന് വേണ്ടനെ എന്തേലൊക്കെ പറയടാ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോന്നു. ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് കേട്ടോ. ചേച്ചി അവിടെയൊക്കെ ഒതുക്കുമായിരുന്നു. ചേച്ചി നല്ലൊരു മസാല ദോശയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഏട്ടൻ ചപ്പാത്തി മീൻകറിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ നേരെ മാണിയങ്കാട്ടേക്ക് വിട്ടു കേട്ടോ. ഈ വീട് എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട് പരിചയമായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ രാജേഷ് ചേട്ടൻ പുതുതായിട്ട് വെച്ച വീടാണ്. ഏട്ടൻ്റെ 2ാമത്തെ ചേട്ടനാണ് കേട്ടോ രാജേഷ് ചേട്ടൻ. ഷാനൂട്ടൻ നാട്ടിലേക്ക് വരുന്നത് തന്നെ വാമിമോളെ കാണാനായിട്ടാണ്. അപ്പോൾ ഷാനൂട്ടൻ്റെ ആളിതാ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വാമിമോൾ ഉമ്മറത്ത് തന്നെ ഇരുന്നിട്ട് എന്തോ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാനൂട്ടനെ കണ്ടപ്പോഴേക്കും നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി ഷാനൂട്ടൻ മിഠായി കൊടുത്തു വാമിക്ക്. സുന്ദരിയാ, മിഠായി വാങ്ങാനാണ് എനിക്കാണോ? താങ്ക് യു. എന്തൊരു മണം. മണം പിടിച്ചു വരാണ്. ബിരിയാണി, നെയ്ച്ചോ, എന്താ സ്പെഷ്യല്? എനിക്ക് വയ്യ. അവിടെ ചെന്നപാട് നല്ല ബഹളമായിരുന്നു കേട്ടോ. വാമിമോൾ എന്തിനോ വേണ്ടി വാശി പിടിച്ച് കരയാണ്. ഞാൻ നേരെ മണം അടിച്ചപ്പോൾ അടുക്കളയിലേക്കാണ് വന്നത്. റീനിച്ച് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാനും ഡ്രസ്സൊക്കെ മാറി വേഗം അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഒരുവിധപ്പെട്ട പണികളൊക്കെ റീനിച്ച് തീർത്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി മസാല കൂട്ടുന്ന പണികളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബിരിയാണിയുടെ മറ്റു പണികളൊക്കെ ഞാനങ്ങോട്ട് ഏറ്റെടുത്തു. മസാല കൂട്ടലും ഒക്കെ ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ബിരിയാണി പണി. ഏട്ടൻ ഭയങ്കര ബിരിയാണി കൊതിയനായതുകൊണ്ട് തന്നെ ഞാൻ പല വിധത്തിലുള്ള വെറൈറ്റി ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഇതുവരെ ഫ്ലോപ്പായിട്ടില്ല. ഒന്നൊന്നിന് മെച്ചമെന്ന് പറഞ്ഞ പോലെ എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ സെറ്റാക്കി ദമ്മിടൽ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി
പൊടിയാണ്. പൊരിച്ച പൊടി. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ സെറ്റാക്കുന്ന സമയം കൊണ്ട് റീനേച്ച അടിപൊളി ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ മലപ്പുറം സ്റ്റൈലിൽ തേങ്ങാ ചമ്മന്തി മസ്റ്റാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ. സാലഡും പിന്നെ തേങ്ങാ ചമ്മന്തി, പപ്പടം, അച്ചാർ ഒക്കെ കൂട്ടിയിട്ടാണ് ബിരിയാണി സെർവ് ചെയ്യുക. രാജേഷേട്ടൻ പുറത്ത് ഓരോരോ പണിയായിട്ട് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്ത് തന്നെ. ഷാനൂട്ടന് കളിക്കാനായിട്ട് വാമി കിട്ടിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, രണ്ടും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. എന്താടാ ചേച്ചി അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കോലായിൽ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിള്ളേർക്കൊക്കെ മുന്തിരിയൊക്കെ കൊടുത്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ദാ ബിരിയാണി ദം പൊട്ടിക്കാനായിട്ട് സമയമായി കേട്ടോ. ചോറ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയിട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഒരു വീഡിയോ എടുത്തു തുടങ്ങിയാൽ അതിൻ്റെ ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടോ. ഇടക്കും തലക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കഥ. ഭയങ്കര മറവിയാണ് കേട്ടോ. മറവിന്ന് തന്നെ പറയാൻ പറ്റില്ല, കുട്ടികളെല്ലാം അമ്മമാർക്ക് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഒപ്പിക്കുക, പിന്നെ അവരുടെ പുറകെ പോകും, പിന്നെ നമ്മൾ വിചാരിച്ച് വെച്ച കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്തെ പറമ്പിലൊരു ഓലമടൽ കിടക്കുന്ന കണ്ടപ്പോഴേക്കും സോനൂട്ടൻ പറഞ്ഞ് നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ എന്ന്, മടൽ വെറ്റി ബാറ്റാക്കിയിട്ട് നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനും കൂടെ അങ്ങനെ വാക്കത്തേക്ക് എടുത്തുകൊണ്ട് പോയി അവർ ഓലമടലൊക്കെ വെട്ടി ബാറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ ഒരു പന്തും എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചിട്ട് രണ്ടുപേരും കൂടി കളി തുടങ്ങിയിട്ടോ. ഷാനൂട്ടൻ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര എന്താ പറയുക കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ കളിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ബാറ്റൊക്കെ കളിച്ച് മടുത്തപ്പോൾ കണ്ണൻ പറഞ്ഞു നമുക്ക് പോയി ചൂണ്ടയിട്ടാലോ എന്ന്. അങ്ങനെ എന്താ കണ്ണൻ വേഗം തന്നെ വീട്ടിൽ പോയിട്ട് ചൂണ്ടലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ റെയിൽമേ കൂടി നടന്ന് ചൂണ്ടയിടാൻ പോവാണ് കേട്ടോ. ഒരു രസം. ഈ വെയിലത്ത് എന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ 4 മണി സമയമായി കേട്ടോ. വെയിൽ ഇപ്പോഴും മാറിയിട്ടില്ല, കുറേശ്ശൊക്കെ വെയിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് വെയിൽ കൊള്ളുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ചൂണ്ടലൊക്കെ ഇട്ടു, പക്ഷെ ഒറ്റ മീൻ പോലും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടന്നു കേട്ടോ. പിന്നെ എന്താ റെയിൽപാളത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്ന പിള്ളേരൊക്കെ ആയിട്ട് എന്നുള്ള കമൻ്റൊന്നും വേണ്ട, ഇത് ട്രെയിൻ പോവാത്ത പഴയ പാളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം രാജേഷേട്ടൻ്റെ വീട്ടിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും നേരെ നമ്മുടെ അനിത്താട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. ഏട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ വീടാണ് നമ്മുടെ കണ്ണൻ്റെ സോനുൻ്റെയും വീട്. അയ്യോ മണ്ണ് ടെസ്റ്റ് ചെയ്താണ്. ഉന്തിരി ചിന്നാണ് ടോമി, കണ്ടോ? അപ്പടി കടിച്ച് കടിച്ച് ചിന്ന.
കടിക്കാൻ പറ്റുന്നില്ല. ടോമി ഇച്ചോക്കാൻ. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ടോമി മുന്തിരി ഇട്ട് കാണിക്കുന്നതൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ വന്നപ്പോൾ ലിൻ ചേച്ചി നല്ല പണിയിലായിരുന്നു കേട്ടോ. ചപ്പാത്തി വരത്തൽ, അതിൻ്റെ ചുടൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. ചിക്കൻ കറി ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങടെ ഏറ്റെടുത്ത് കറിയുടെ പണി ഞാൻ നോക്കി കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ അനിതാട്ടൻ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാനായിട്ട് അടുക്കള കയ്യേറി വന്നു കേട്ടോ. അനിതാട്ടൻ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ കൊണ്ടാട്ട ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഇടിച്ച മുളകും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്തിട്ട് അതിലേക്കിട്ട് പെരട്ടി എടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പക്ഷെ എല്ലാവർക്കും കാണാൻ ഇഷ്ടം ഈ അടുപ്പത്തൊക്കെ ഉണ്ടാക്കാം. പണ്ടത്തെ ഇതൊക്കെയാണ് എല്ലാവരും മിക്കവർക്കും കാണുന്നത്, യൂസ് ചെയ്യുന്നത്. സോസ് വെച്ചാ അങ്ങനെ അനിതാട്ടൻ്റെ സ്പെഷ്യൽ വിഭവവും ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.